പുരുഷ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ. ലിസ്റ്റിൽ അടുത്തതായി സംസാരിക്കാനുള്ളത് വാൽനട്ട്സിനെ കുറിച്ചാണ്. വാൽനട്ട്സ് ശരീരത്തിന് ആവശ്യകരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളുടെയും പ്രോട്ടീനുകളുടെയും നല്ലൊരു കലവറയാണ് വാൽനട്ട്സ്. ബീജകോശങ്ങളുടെ ഉൽപാദനത്തിനും ആരോഗ്യത്തിനും വളരെയധികം സഹായകരമായിട്ടുള്ളവയാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് കൊഴുപ്പുകൾ. വാൽനട്ടിൽ അടങ്ങിയിട്ടുള്ള ബീജോൽപാദനത്തിനെ സഹായിക്കുന്ന omega-3 ഫാറ്റി ആസിഡുകൾ, നമ്മൾ ഇതിനോടകം ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു ഘടകമാണ് omega-3 ഫാറ്റി ആസിഡുകൾ. വാൽനട്ടിൽ 3 ഘടകങ്ങളാണ് പ്രധാനമായും പുരുഷ ബീജ ഉൽപാദനത്തിനെ സഹായിക്കുന്നത്. ഒന്ന് omega-3 ഫാറ്റി ആസിഡ്, 2 അർജിനൈൻ, 3 ആന്റി ഓക്സിഡന്റുകൾ. വാൽനട്ടിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡുകൾ വൃഷ്ണത്തിലേക്കുള്ള രക്തയോട്ടം ശരിയായി നടക്കാൻ സഹായിക്കുകയും അതുവഴി ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു. സമാനമായ പ്രവർത്തനമാണ് ഈ അർജിനൈൻ എന്ന് പറഞ്ഞ ഘടകത്തിനും. ഇവ കൂടാതെ വാൽനട്ടിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രക്തത്തിലും മറ്റും കലർന്നു വരുന്ന, രക്തത്തിലും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെയും ഒരുവിധം ന്യൂട്രലൈസ് ചെയ്യാൻ സഹായകാരിയാണ്. അടുത്തതായി സംസാരിക്കാനുള്ള ഒരു വിത്തിനത്തെ കുറിച്ചാണ്. വിത്ത് പുരുഷ ബീജ ഉൽപാദനത്തിന്, പുരുഷ ബീജ നിർമ്മാണത്തിന്, സ്പെർമറ്റോജനസിന് സഹായകരമായിട്ടുള്ള ഒരു വിത്തിനം. മത്തന്റെ വിത്തുകൾ നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ട് കാണും, വായിച്ചിട്ടുണ്ടാകും. മത്തന്റെ വിത്തുകൾ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫൈറ്റോസ്റ്റെറോൾ മത്തന്റെ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇവ ബീജത്തിന്റെ എണ്ണവും പുരുഷ ബീജത്തിന്റെ എണ്ണവും പ്രത്യുൽപാദന ശേഷിയുമെല്ലാം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ വിത്തുകളിൽ omega-3 ഫാറ്റി ആസിഡുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് പല തരത്തിൽ വളരെയധികം സഹായകരമായി മാറുന്ന ഒരു ഘടകമാണ്. ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ, പുരുഷ ലൈംഗിക ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായകരമായിട്ടുള്ള പ്രത്യുൽപാദന ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇന്ന് ആമസോണിലും മറ്റും നല്ല പ്രോഡക്റ്റുകൾ മേടിക്കാൻ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇനി ശരീരത്തിന് ചെറിയ അളവിൽ വേണ്ട ഒരു മൈക്രോ എലമെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിങ്ക്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായും നിങ്ങൾ ആഹാരത്തിൽ, നിങ്ങളുടെ ഡയറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്തുക. ബീജകോശങ്ങളുടെ ഉൽപാദനത്തിൽ, സ്പെർമറ്റോജനസിസിലെല്ലാം വളരെയധികം വലിയൊരു റോളുള്ള ആളാണ് ഈ സിങ്ക്. ബാർലി, ബീൻസ്, സോയ, പയർ, മഷ്റൂം ഇവയെല്ലാം സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. സിങ്കിന്റെ കുറവ് ബീജത്തിന്റെ ചലനശേഷി കുറയുന്നതിനും പ്രത്യുൽപാദന ക്ഷമത കുറയുന്നതിനും കാരണമാകുമെന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സിങ്ക് ചേർന്ന ഭക്ഷണ ഇനങ്ങൾ കൂടി ചേർക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും എല്ലാം സിങ്ക് ചേർന്ന് വരുന്ന ഭക്ഷണങ്ങളാണ്. പുരുഷ ബീജം കൃത്യമായ അളവിൽ ഉണ്ടായി വരുന്നതിനും അവയുടെ ഘടന ശരിയായിരിക്കുന്നതിനും, അതുപോലെ തന്നെ പുരുഷ ബീജം സ്ത്രീയിലേക്ക് പ്രവേശിച്ചാൽ കൃത്യമായ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഗർഭധാരണം നടക്കുന്നതിന്. അത് മാത്രമല്ല പുരുഷ ബീജം ഒരു കൃത്യമായ കാലം ആക്റ്റീവായിട്ട് ജീവനോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട് ഗർഭധാരണം നടക്കാൻ. സ്പെം വയബിലിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സ്പെം വയബിലിറ്റി എല്ലാം നിലനിർത്തുന്നതിനായിട്ട് വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ഫോളിക് ആസിഡ്, omega-3 ഫാറ്റി ആസിഡ് ഇത്യാദി ഘടകങ്ങളെല്ലാം വളരെ അത്യാവശ്യമാണ്. പുരുഷ വന്ധ്യതയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ ഇത്തരം ഘടകങ്ങൾ ചേർന്ന് വരുന്ന ആഹാരങ്ങൾ കൂടി കഴിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്യാദി ഘടകങ്ങളെല്ലാം ചേർന്ന് വരുന്ന കുറച്ച് ഫലവർഗ്ഗങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. കുറച്ച് പഴവർഗ്ഗങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പനി പോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ള കിവി, അതുപോലെ ഓറഞ്ച്, പിന്നെ നമ്മുടെ നാടൻ പേരയ്ക്ക, ഇവയെല്ലാം തന്നെ വിറ്റാമിൻ സിയുടെ കലവറകളാണ്. ഇവയിൽ തന്നെ എടുത്തു പറയേണ്ട വിറ്റാമിൻ സിയുടെ കലവറകളായിട്ടുള്ള 3 പഴങ്ങളാണ് ഓറഞ്ച്, കിവി, പേരയ്ക്ക. നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അധികവും പേരയ്ക്കയെ കുറിച്ചാണ്. കാരണം പേരയ്ക്ക പുരുഷ ബീജത്തിന്റെ എണ്ണം കൂടി വരുന്നതിനും സ്പെർമറ്റോജനസിസിലെല്ലാം വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു ഫലമാണ്. സോ പുരുഷന്മാർ പേരയ്ക്കയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ നാടൻ പേരയ്ക്ക തന്നെ ധാരാളം. അതിനൊപ്പം പപ്പായ വിറ്റാമിൻ സിയുടെ മറ്റൊരു മികച്ച കലവറയാണ്. ഈ പപ്പായയും ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. സലാഡായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. ഇനി ജ്യൂസായിട്ട് കഴിക്കാൻ തയ്യാറാണ്, ജ്യൂസായിട്ട് കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ പഴങ്ങളുടെ ജ്യൂസ് അടിച്ചെടുത്ത് അരിച്ച് കളയാതെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പേം കൗണ്ട് കൂടുന്നതിന് ദിവസേന കഴിക്കാൻ സാധിക്കുന്ന ചില സപ്ലിമെന്ററി മെഡിസിൻസിനെ കുറിച്ചാണ് ഞാൻ അടുത്തതായി സംസാരിക്കുന്നത്. ഒന്നാം സ്ഥാനം മീൻ ഗുളിക തന്നെയാണ്. മീൻ ഗുളിക സ്പേം കൗണ്ട് കൂടുന്നതിനും സ്പെർമറ്റോജനസിസിനും എല്ലാം വളരെ സഹായകരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മീൻ ഗുളിക.
നെയ്യ് അടങ്ങിയിട്ടുള്ള മീൻ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ മീൻ ഗുളികയിലേക്ക് നിങ്ങൾ കടക്കേണ്ട കാര്യമില്ല. മീനിൽ നിന്ന് തന്നെ, ഇത്തരം മീനുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട ഘടകങ്ങൾ ലഭിക്കും. പക്ഷെ അല്ലാതെ ഈ ചെറിയ മീനുകളൊക്കെ കഴിക്കുന്ന ശീലമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അധികമായിട്ട് നെയ്മീനൊന്നും കഴിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, മീൻ ഗുളിക ദിവസേന രാത്രി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു ബോട്ടിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് ഇന്റർവെൽ ഇട്ടിട്ട് അടുത്ത ബോട്ടിൽ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സിന്റെ സപ്ലിമെന്റ്സും ഇന്ന് മാർക്കറ്റിൽ സുലഭമായി ലഭ്യമാണ്. അവയും ഒരു ഇന്റർവെൽ നിശ്ചിതമായിട്ട്, എല്ലാം മേടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ബോട്ടിൽ ഉപയോഗിച്ചതിന് ശേഷം 1 മാസം 2 മാസം ഇന്റർവെൽ എടുത്തതിന് ശേഷം അടുത്ത ബോട്ടിൽ ഉപയോഗിച്ചാൽ മതിയാകും. അടുത്തതായി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പ്രമേഹ രോഗബാധിതരിൽ കൗണ്ട് കൂടുന്നതിനായി കഴിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ആഹാരത്തെക്കുറിച്ചാണ്, ഒരു ഭക്ഷണ വിഭവത്തെക്കുറിച്ചാണ്. ഉലുവ പ്രമേഹ രോഗികൾക്ക് പല തരത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഉലുവ കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിൽ ബീജത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഉലുവ വെള്ളമായി കുടിക്കുന്നതാണ് പലർക്കും ശീലം, അല്ലേ? ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതാണ് പലർക്കും ഒരു ശീലം. ഇങ്ങനെ സിംപിളി വെള്ളമായിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും ഹിതകരമാണ്, എന്തുകൊണ്ടും ഉപയോഗപ്രദമാണ് ഉലുവ കഞ്ഞിയായിട്ടും മറ്റ് ആഹാരത്തിലും ചേർത്ത് കഴിക്കുന്നത്. സോ സ്പെർമറ്റോജെനസിസിന്, പുരുഷ ബീജത്തിന് ഉൽപാദനത്തിന് സഹായകരമായിട്ടുള്ള പഴങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു, പച്ചക്കറികളെ കുറിച്ച് സംസാരിച്ചു, കുറച്ച് സപ്ലിമെന്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ചികിത്സയിലേക്ക് കടന്നു വരാം. പലപ്പോഴും പലരിലും കുട്ടികൾ ഉണ്ടാകാതെ പോയി സ്പേം കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പുരുഷ ബീജത്തിന്റെ അളവ് വളരെ താഴെ തട്ടിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ മുൻനിർത്തി ഒരു വീഡിയോ വൈകാതെ തന്നെ ഞാൻ ചാനലിൽ ചെയ്യാം. മെന്റൽ സ്ട്രെസ് ഉണ്ട്, നമ്മുടെ വേഷവിധാനമുണ്ട്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പ്രത്യേകതകളുണ്ട്, നമ്മുടെ ആഹാര കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പുരുഷ ബീജത്തിന്റെ അളവ് തുലോം താഴെ തട്ടിലാണ് നിങ്ങളെങ്കിൽ ആഹാര കാര്യങ്ങളിൽ പഴങ്ങളും പച്ചക്കറികളും ഈ പറയുന്ന സപ്ലിമെന്ററി മെഡിസിൻസും മാത്രം എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നൽകിയെന്ന് വരത്തില്ല. ഇവിടെയാണ് മരുന്നുകളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. മരുന്നുകൾ ആയുർവേദത്തിൽ നിന്ന് പുരുഷ ബീജത്തിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്ന ധാരാളം മരുന്നുകൾ ലഭ്യമാണ്. അവ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി കൃത്യമായ അളവിൽ കൃത്യമായ ഔഷധ കാലങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുരുഷ വന്ധ്യത എന്ന വെല്ലുവിളിയെ വിജയകരമായി തന്നെ മറികടക്കുവാൻ സാധിക്കും. ഈ ഔഷധങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ധാരാളം ആയുർവേദ മരുന്നുകൾ ബീജത്തിന്റെ ആരോഗ്യത്തിനും ബീജത്തിന്റെ നിർമ്മാണത്തിനും എല്ലാം സഹായകരമായി മാറാറുണ്ട്. അതിൽ നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ശതാവരി ഉൾപ്പെടും, ഞെരിഞ്ഞിൽ ഗോക്ഷുരം ഉൾപ്പെടും, കവികച്ചു അഥവാ നായ്ക്കുരണ ചേർന്ന് വരുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, വെള്ള മുസ്ലി, സഫേദ് മുസ്ലി ചേർന്ന് വരുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, ശിലാജിത്ത് ഉണ്ട്. ഇവയിലെല്ലാം ബീജത്തിന് സമാനമായിട്ടുള്ള ധാരാളം ഗുണങ്ങളുള്ള ഔഷധങ്ങളാണ്. ആയുർവേദ ഭാഷയിൽ പറഞ്ഞാൽ, ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, സമാനമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു ധാതുവിൽ ഡിപ്ലീഷൻ സംഭവിക്കുമ്പോൾ, ഒരു ധാതുവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ സമാനമായിട്ടുള്ള ഗുണങ്ങളുള്ള ഔഷധങ്ങളും ആഹാര പദാർത്ഥങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യം ആയുർവേദ മരുന്നുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ കൃത്യമായി അതിൻ്റെ അളവ്, ഡോസ് ഫിക്സ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് കൃത്യമായ ഔഷധ കാലങ്ങളിൽ ഇവ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അവയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഇതിനായിട്ട് നിങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം തേടാം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി ക്ലിനിക്കിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ, കോൺടാക്ട് ചെയ്യുന്നതിനായിട്ടുള്ള അഡ്രസ്സ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പെറു എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കും. അവിടെയുള്ള ജനങ്ങൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചു പോരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മക്ക. ഈ മക്കയുടെ വേരുകൾ ഇന്ന് ബീജത്തിൻ്റെ എണ്ണവും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനായി ലോകവ്യാപകമായി ഒരു ആഹാര സപ്ലിമെൻ്റായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ മക്ക വേരുകളെ കുറിച്ച് അല്പം ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കാം. മക്ക വേരുകൾ ഉപയോഗിക്കുന്നത് വഴി ശുക്ലത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായും പുരുഷ ബീജത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായും മെച്ചപ്പെട്ട ചലനശേഷി ഉണ്ടാകുന്നതായും പല പഠനങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ മക്ക ചെടികൾ പെറുവിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭക്ഷണമായി മരുന്നായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. മക്കയുടെ വേരുകളാണ് ബീജ ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ആമസോണിലും മറ്റും നല്ല ക്വാളിറ്റി മക്ക പ്രോഡക്ട്സ് സപ്ലിമെന്റുകളായി തന്നെ ലഭ്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളിതിൻ്റെ ടാബ്ലറ്റ്സ് ആണ് വാങ്ങി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ദിവസവും കഴിക്കാം. ഇനി അതല്ല, പൊടിയായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പഴച്ചാറുകളിൽ ചേർത്തോ, പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാലിൽ ചേർത്തും
ഓട്സിൽ ചേർത്തും പഴച്ചാറുകളിൽ ചേർത്തും അതുപോലെ തന്നെ സ്മൂത്തി ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സപ്ലിമെന്റ് ആണ് മക്ക റൂട്ട് പൗഡർ. ഇതിന്റെ ഒരു ആവറേജ് ഡോസേജ് ഒരു ദിവസം 3.5 ഗ്രാം മുതൽ 5 ഗ്രാം വരെയാണ്. 5 ഗ്രാം എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ. അധിക അളവിൽ ഉപയോഗിക്കുന്നവരിൽ മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാൽ തന്നെ കൃത്യമായ അളവിൽ മാത്രം നിങ്ങൾ മക്ക ഉപയോഗിക്കുക. അതുപോലെ തന്നെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രക്തത്തിന്റെ കട്ടി കുറയ്ക്കാനും മറ്റും മരുന്നുകൾ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ മക്ക വേരുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. സോ ഇപ്പോൾ നിലവിൽ പുരുഷ ബീജത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി അലോപ്പതി മരുന്നോ ആയുർവേദ മരുന്നോ ഹോമിയോപ്പതി മരുന്നോ എന്ത് മരുന്ന് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിലും തീർച്ചയായും ഭക്ഷണ കാര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കൗമാരപ്രായം മുതലേ ഇത്തരം പഴങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും നിങ്ങളുടെ ആഹാര കാര്യത്തിൽ, നിങ്ങളുടെ കുട്ടികളുടെ ആഹാര കാര്യത്തിലെല്ലാം ഉൾപ്പെടുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് കൃത്യമായ ആഹാരക്രമത്തിലൂടെയും കൃത്യമായ വ്യായാമക്രമത്തിലൂടെയും മറ്റും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റേതൊരു വീഡിയോയും പോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആയുർവേദപരമായിട്ടുള്ള സംശയങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ, ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് ആഡ് ചെയ്യുക. അത്തരം ഒരു വിഷയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ അടുത്തത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും